ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. കണ്ണൻ്റെ ജനനം മുതൽക്കേ കണ്ണൻ്റെ കൂടെ ഉറ്റ സുഹൃത്തിനെ പോലെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ദുഃഖമെന്ന മഹാവ്യാധി. എന്നാൽ ആ ദുഃഖത്തിന് പോലും കണ്ണൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കണ്ണൻ്റെ ജീവിതത്തിൽ കണ്ണൻ കരഞ്ഞ ഒരു ദിവസമുണ്ട്. കുചേലൻ എന്ന പ്രിയ സുഹൃത്തിനെ കണ്ട നിമിഷം. ഉത്തമനായ കണ്ണൻ്റെ പ്രിയ തോഴൻ. കുചേലൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കണ്ണൻ കരഞ്ഞിട്ടുണ്ട്. അതുപോലെ കണ്ണൻ്റെ ഇടറാത്ത കാലുകൾ ഇടറിയിട്ടുമുണ്ട്. ആ പ്രിയപ്പെട്ട തോഴനായ കുചേലനെ കണ്ട നിമിഷം. ഭഗവാന്റെ ഉത്തമ പ്രിയ തോഴനായ കുചേലൻ്റെ ദിവസമാണല്ലേ ഇന്ന്. സുധാമ. അപ്പോൾ സുധാമാവിനെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സുധാമാവ് ആരാണ് എന്ന്. ഭഗവാന്റെ ഉത്തമ സുഹൃത്തായിരുന്നു, പ്രിയ സുഹൃത്ത്. നമ്മൾ ഭഗവാന്റെ പ്രിയ സുഹൃത്ത് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു നാമമാണ് കുചേലൻ, അല്ലേ? ഭഗവാന്റെ ഉത്തമ സുഹൃത്ത് മാത്രമായിരുന്നോ കുചേലൻ? ഉത്തമ ഭക്തൻ കൂടെ ആയിരുന്നു, അല്ലേ? എന്താ പറയാ കുചേലനെ കൊണ്ട്? കുചേലൻ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നി കൊടുത്തത് എന്ത് മാത്രമായിരുന്നു? അവിൽപ്പൊതി മാത്രമായിരുന്നു. എന്നാൽ ആ പൊതിയിൽ അവിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞിരിക്കുന്ന അവിൽപ്പൊതിയായിരുന്നു അത്. ദ്വാരകയിൽ എത്തിയ സമയത്ത് കണ്ണൻ ഇത് കൊടുക്കണോ എന്ന ഭാവമായിരുന്നു കുചേലൻ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാം മനസ്സിലാക്കിയിരുന്ന കണ്ണൻ എന്ത് ചെയ്തു? കുചേലൻ്റെ കയ്യിൽ നിന്ന് ആ അവിൽപ്പൊതി പിടിച്ചു വാങ്ങി, എന്നിട്ട് കഴിച്ചു. കണ്ണാ കഴിക്കണ്ട, ഇത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭഗവാൻ കഴിക്കാതിരിക്കുകയോ? അതിൻ്റെ കാരണം എന്താ? ഒരു ഭക്തൻ എന്ത് സമർപ്പിക്കുന്നു ഭഗവാന് എന്നതിലല്ല കാര്യം, എങ്ങനെ സമർപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. മനസ്സ് ശുദ്ധമല്ലാതെ ഒരു ഭക്തൻ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാൻ സ്വീകരിക്കില്ല. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മനസ്സ് ശുദ്ധമായിട്ട് ഭഗവാന് എന്ത് സമർപ്പിച്ചാലും, അതെന്തുമാകട്ടെ, ഒരു തുളസി ഇലയും ആകട്ടെ, അത് ഭഗവാൻ സ്വീകരിക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കുചേലൻ, അല്ലേ? പിന്നെന്താ, അതുപോലെ ഭഗവാന്റെ ജീവിതത്തിൽ അങ്ങനെ കുറേ കഥകളുണ്ട്, അല്ലേ? ഒരിക്കൽ ഭഗവാന് തുലാഭാരം. അപ്പോൾ ഭഗവാന്റെ തുലാഭാര സമയത്ത് ഈ തുലാസ് ഒക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അഷ്ടപത്നിമാരിൽ സത്യഭാമ, ജാമ്പവതി അങ്ങനെയുള്ള അഷ്ടപത്നിമാരിൽ 7 പത്നിമാരും അവരുടെ സ്വർണ്ണാഭരണങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വച്ചു. പക്ഷേ ഭഗവാന്റെ തുലാസ് നേരെയായില്ല. അപ്പോൾ രുക്മിണീ ദേവി എന്ത് ചെയ്തു? രുക്മിണീ ദേവിക്ക് ഭഗവാനോടുള്ള ആ പ്രേമ ഭക്തി ഭാവമായിരുന്നു. രുക്മിണീ ദേവിയുടെ കയ്യിലുള്ള ആഭരണങ്ങളൊന്നുമല്ല വെച്ചത്. ഒരു തുളസിയില പറിച്ച് ഭഗവാനെ സ്മരിച്ച് ആ പ്രേമ ഭക്തി ഭാവം മനസ്സിൽ കൊണ്ടുവന്ന് ശുദ്ധമായ മനസ്സോടുകൂടെ ആ തുലാസിൽ വെച്ചു. അത് വെച്ചതും രണ്ടും ഒരുപോലെയായി. തുലാഭാരം വിജയിച്ചു. അതാണ് ഭഗവാന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഉത്തമമായ ഭക്തിഭാവം എന്ന് പറയുന്നത് ശുദ്ധമായ മനസ്സ്, അത് തന്നെയാണ്. ശുദ്ധമായ മനസ്സിനുടമകൾക്ക് പെട്ടെന്ന് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റും. പക്ഷേ ശുദ്ധമായ മനസ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സ് അങ്ങനെയുള്ള രീതിയിലേക്ക് ശുദ്ധമായ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഓരോ പടിയായി നമ്മൾ കയറി വന്നാൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കും. പെട്ടെന്ന് ഒരു ദിവസം സാധിക്കണമെന്നില്ല, അല്ലേ? മനുഷ്യരല്ലേ? നമ്മുടെ മനസ്സിൽ കാമക്രോധ മോഹ ലോപാദികൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ എന്ത് ചെയ്യണം? അതിജീവിക്കണം.
ആ ശുദ്ധമായ ഭക്തിഭാവം മനസ്സിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഭഗവാനെ പെട്ടെന്ന് തന്നെ പ്രീതിപ്പെടുത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ഉത്തമ സുഹൃത്തായ ഉത്തമ ഭക്തനായ കുചേല ദിനം അല്ലേ, കുചേല ദിനത്തിലെ എല്ലാ ആശംസകളും ഞാൻ നേരെയാണ്. ഭഗവാനും ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു രാവിലെ. ഭഗവാന് ആരൊക്കെ ഇന്ന് അവിൽ സമർപ്പിച്ചു, അവിൽപ്പൊതി സമർപ്പിച്ചു, സമർപ്പിക്കാത്തവർ ഈ നിമിഷം വരെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സമർപ്പിച്ചോളൂ. ഞാൻ പറഞ്ഞ ഭാവം മനസ്സിലാക്കണം. ശുദ്ധമായ ഭക്തിഭാവം മനസ്സിൽ വെച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഭഗവാന് സമർപ്പിക്കേണ്ടത്. അതിലൊരു തുളസി ഇല കൂടെ ഇട്ടോ. ഭഗവാൻ എന്ത് നേദിക്കുമ്പോഴും അതിലൊരു തുളസി ഉണ്ടെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നുള്ളത് ഉറപ്പാണ്. ശുദ്ധമായ ഭക്തിഭാവം വേണം കേട്ടോ, അത് വേണ്ടെന്നല്ല. പക്ഷെ അതിൻ്റെ കൂടെ ഭഗവാന്റെ പ്രിയ തോഴിയായ തുളസി വൃന്ദാദേവിയെ കൂടെ അതിലിട്ടാൽ ഭഗവാൻ അത് സ്വീകരിക്കും, തീർച്ചയാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളിപ്പോൾ തന്നെ പോയി ചെയ്യാത്തവർ ഭഗവാന് അവിൽപ്പൊതി സമർപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത്, ഇന്നൊരു നല്ല ദിവസമാണല്ലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം, ഭഗവാന് നമ്മളെ എന്തെങ്കിലും മന്ത്രങ്ങളും അല്ലെങ്കിൽ ഉപാസന, ഭഗവാൻ എന്തെങ്കിലും നാമം ജപിച്ചോ അല്ലെ ഉപാസിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അറിയുന്നവരുണ്ടാവും, ഇനി അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങളെന്നറിയോ? ആദ്യം ചൊല്ലേണ്ടതും അവസാനം ചൊല്ലേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോ അത് ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിച്ചതിന് തുല്യമാണ്. അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചൊല്ലേണ്ടത് നമ്മളെ ഗുരുക്കന്മാരെ സ്മരിക്കുക വേണ്ടത് അല്ലേ. മാതാപിതാ ഗുരുദേവം, ഗുരുദേവനും കഴിഞ്ഞിട്ടേ ആരുള്ളൂ? ഭഗവാനുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഗുരുക്കന്മാരെ സ്മരിക്കുക. അമ്മേൻ്റെയും അച്ഛൻ്റെയും കാല് വിട്ട് വന്ദിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും, ഈ കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും മാതാപിതാ അല്ലേ, അമ്മേനെയും അച്ഛനെയും ആദ്യം വന്ദിക്കണം കേട്ടോ എല്ലാ ദിവസവും. അപ്പോൾ അമ്മേനെയും അച്ഛനെയും നേരിൽ ഇപ്പോൾ കാണാൻ പറ്റാണ്ട് കുറച്ച് ദൂരത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുക, എന്നും അമ്മേനെയൊക്കെ വിളിക്കുക. അത് തന്നെ ഒരു സന്തോഷമാണ് അവർക്കല്ലേ, അമ്മേനെയും അച്ഛനെയൊക്കെ വിളിക്കുക. അല്ലെങ്കിൽ അവരെ സ്മരിച്ചാൽ തന്നെ അത് മതി കേട്ടോ. അപ്പോൾ എന്നും വിളിക്കാതിരിക്കരുത്. ഇപ്പോൾ ദൂരത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ. ഇനി നേരിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാലൊക്കെ തൊട്ട് വന്ദിക്കുക അമ്മയുടെ അച്ഛൻ്റെയും. എന്നതിന് ശേഷം ഗുരുദേവനെ സ്മരിക്കുക. ഗുരുവിനെ സ്മരിക്കേണ്ടത് എങ്ങനെയാണ്? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇത് ചൊല്ലി ആദ്യം നമ്മൾ ഭഗവാനെ സമർപ്പിക്കുക. ശേഷം നമ്മൾ എന്താ ചൊല്ലേണ്ടത്? നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ ആ ഒരു ലൈന്, ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഇത് ചൊല്ലുക. ശേഷം ദേവിയെ സ്മരിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല, ശിവനില്ലെങ്കിൽ ശക്തിയുമില്ല എന്ന്. അപ്പം നമ്മൾ ദേവിയെയും സ്മരിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നതിന് ശേഷം ഗണപതി ഭഗവാനെ സ്മരിക്കുക. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ. പിന്നെ മൂലമന്ത്രമായിട്ടുള്ള ഗണപതിയുടെ മൂലമന്ത്രമായിട്ടുള്ള ഓം ഗം ഗണപതയേ നമഃ. ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ ഭഗവാനെ നാമം ജപിക്കുന്നത് അങ്ങനെ ജപിക്കാം, മന്ത്രം ജപിക്കുന്നത് അങ്ങനെ ജപിക്കാം. പക്ഷെ ആദ്യം നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. ഇത് ചെയ്യുമ്പോഴാണ് അത് ഉത്തമമായിട്ട് മാറുന്നത്. ഭഗവാനുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ഗുരുക്കന്മാരെയും നാരായണനെയും ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും ഒക്കെ സ്മരിക്കുക. ആദ്യം മാതാവിനെയും പിതാവിനെയും സ്മരിക്കുക, ശേഷം നമ്മളിത് ചൊല്ലുക. അതിന് മുന്നേ ഉണ്ടല്ലോ നമ്മൾ ഇരിക്കുന്ന ഭൂമിദേവിയെ കൂടെ ഒന്ന് വന്ദിക്കണം കേട്ടോ. നമ്മളെ ഭൂമിദേവിയെ തൊഴുതിട്ടാണ് രാവിലെ എണീക്കേണ്ടതെന്ന് പറയും. അങ്ങനെ തൊഴുന്നവരുണ്ടോ? അങ്ങനെ തൊഴണം കേട്ടോ. എന്നിട്ട് ജപിക്കുമ്പോഴും എന്ത് ചെയ്യുക, ഭൂമിദേവിയെ ഒന്ന് തൊഴുക, സ്മരിക്കുക. ശേഷം ആദ്യം അമ്മേനെ അച്ഛനെ തൊഴുത്
ഭൂമിദേവിയെ തൊട്ട് വണങ്ങി ശേഷം ഞാൻ ഈ പറഞ്ഞതൊക്കെ ചൊല്ലുക. എന്നിട്ടോ നമ്മൾ എന്താണോ ഭഗവാനിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നാമജപാണി നാമജപം, മന്ത്രജപാണി, അങ്ങനെ എല്ലാം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഭഗവാനിൽ അവസാനമായിട്ട് സമർപ്പിച്ച് ചൊല്ലേണ്ടത്, നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞെങ്കിൽ അവസാനം നമ്മൾ ചൊല്ലേണ്ടത് എന്താണ്? ഈ ലോകത്തിലെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേതാണ് ചൊല്ലേണ്ടെന്നുള്ളത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകാ സുഖിനോ ഭവന്തു. അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തി സമാധാനവും ലഭിക്കട്ടെ എന്നാണ് അല്ലേ പറയുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തി സമാധാനവും ലഭിക്കട്ടെ. അതിനുശേഷം കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേർ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ ശ്രീ നാരായണായേതി സമർപ്പയാമി ശ്രീ ജഗദംബായേതി സമർപ്പയാമി. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ മനസ്സിൽ നമ്മൾ ഭഗവാനെ ജപിക്കുമ്പോൾ മനസ്സിൽ എന്ത് കണ്ടോ, ബുദ്ധിയിൽ എന്ത് തെളിഞ്ഞോ? കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിയുടെ സ്വഭാവം, അതൊക്കെ തന്നെ എന്താണ്? നമ്മൾ എന്തൊക്കെ ജപിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ശ്രദ്ധ പോയോ, എന്തൊക്കെ ചിന്തിച്ചോ, ഞാൻ എന്ത് ചൊല്ലിയോ, എന്ത് മന്ത്രം ജപിച്ചോ, അതൊക്കെ ഭഗവാനിൽ ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രമാണിത് അല്ലേ? അപ്പം ഇതും ചൊല്ലുക. ശേഷം എന്ത് ചെയ്യുക? പൂർണ്ണമത പൂർണ്ണമിതം, എല്ലാം ദാ ഞാൻ അവിടത്തേക്ക് സമർപ്പിച്ചത് അവസാനിപ്പിക്കുന്നു, എല്ലാം പൂർണ്ണമാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ചൊല്ലുക. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്നിട്ട് ഓം ഗും ഗുരുഭ്യോ നമ ഹരി ഓം. അവസാനം പിന്നെയും ഗുരുദേവനെ സ്മരിക്കുക. ഇത്രയും നിങ്ങൾ ചൊല്ലി ഭഗവാനിൽ സമർപ്പിച്ച് നോക്കൂ. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യവും വെറുതെ ആവില്ല. ഇന്ന് വരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം മന്ത്രം മാത്രം ജപിച്ച് അല്ലെങ്കിൽ നാമം മാത്രം ജപിച്ച് ചെയ്യുന്നവർ ഇന്ന് മുതൽ ഞാൻ പറഞ്ഞു തന്ന ആദ്യം ചൊല്ലേണ്ട മന്ത്രവും അവസാനം ഭഗവാനിൽ സമർപ്പിച്ച് ചൊല്ലേണ്ട മന്ത്രവും ചൊല്ലി നോക്കൂ. അപ്പം പൂർണ്ണമാവും, പരിപൂർണമാവും. മനസ്സിലായോ? അത് ഭഗവാനിലേക്ക് സമർപ്പിതമായി എന്നുള്ള നിലയിൽ പരിപൂർണമാവും ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ എനിക്ക് കിട്ടിയ ഒരു അറിവാണ്. ഞാൻ മുന്നേ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഈ അടുത്ത് കിട്ടിയൊരു അറിവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്ന് മുതൽ ചെയ്യാത്തവർ ഇന്ന് മുതൽ എങ്ങനെ തുടങ്ങണം? ഇന്ന് കുചേല ദിനമല്ലേ? ഈ ദിവസം തന്നെ നിങ്ങൾക്ക് തുടങ്ങാനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോഴും ഈ മന്ത്രം ചൊല്ലിയാൽ നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുരുദേവനെ സ്മരിക്കുക, നാരായണനെ സ്മരിക്കുക, ലക്ഷ്മി ദേവിയെ സ്മരിക്കുക, അവസാനം ഗണപതിനെ. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ ദിവസം തുടങ്ങുക. എന്നിട്ട് ശേഷം അവസാനം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ അവസാനം പറഞ്ഞ മന്ത്രവും ചൊല്ലുക. ഏതൊക്കെ? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം, അത്. പിന്നെ കായേന വാച മനസേന്ദ്രിയർവ. പിന്നെ അതിനുശേഷം ഓം പൂർണ്ണമത പൂർണ്ണമിതം ഓം ഗും ഗുരുഭ്യോ നമ ഹരി ഓം. ഇതൊക്കെ ചൊല്ലുക. അപ്പോൾ എന്തായി? ആ ദിവസത്തെ മുഴുവൻ ഭഗവാനിൽ സമർപ്പിച്ചതിന് തുല്യമായി. നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തിയും നല്ലതായാലും ചീത്തയായാലും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച പോലെയായി. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു എന്ന് പറയും പോലെ അല്ലേ? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിങ്ങനെ ഭഗവാനെ നാമം ജപിക്കുമ്പോൾ മാത്രമല്ലാണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യണമെങ്കിൽ രാവിലെ മുതൽ തുടങ്ങുക. രാവിലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഗുരുദേവനെ, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ചെയ്യുക. അവസാനം കായേന വാചകമൊക്കെ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുക ഉറങ്ങാൻ കിടക്കുന്ന നേരം. എന്നിട്ട് നല്ല നിദ്ര പ്രാപിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരട്ടെ. മാറ്റങ്ങൾ വരും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കുചേല ദിനാശംസകൾ നേരുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഹരേ കൃഷ്ണ, ജയ ശ്രീ, രാധേ രാധേ.